CMR എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണെന്ന് പ്രേക്ഷകർക്ക് അറിയാം. വീണ ഇന്നാണ് ED ചോദ്യം ചെയ്യുക. കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് വീണയ്ക്ക് ED നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് വീണ എത്തിയിരുന്നില്ല. വിഷ്ണു സുരേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. CMR എക്സാലോജിക് ദുരൂഹ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് നിലവിൽ നമ്മുടെ പിണറായി വിജയന്റെ മകൾ ടി വീണയെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തും ചൂണ്ടിക്കാണിച്ച് 2 ആഴ്ച സാവകാശം വേണമെന്നാണ് വീണ ആവശ്യപ്പെട്ടത്. പക്ഷേ 2 ആഴ്ച സാവകാശം നൽകാനാവില്ല, ബുധനാഴ്ച തന്നെ ഹാജരാകണമെന്ന നിർദ്ദേശം വീണയ്ക്ക് നൽകുകയായിരുന്നു. ഇന്നലെ ഈ CMRLന്റെ അധികൃതരായ ജയ എസ് കർത്തയും അതോടൊപ്പം തന്നെ ശരൺ എസ് കർത്തയുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വീണയെ ചോദ്യം ചെയ്യുന്നത്. ഏറെ ശ്രദ്ധേയമാണ്. നേരത്തെ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് ഈ കള്ളക്കണക്കുണ്ടാക്കി ഏകദേശം 182 കോടിയുടെ ക്രമക്കേട് CMR നടത്തിയെന്നും അതിൽ നിന്ന് ഒരു വിഹിതം അത് എക്സാലോജിക് എന്ന കമ്പനിക്ക് നൽകിയെന്നുമാണ്. 1.72 എന്നുള്ളതായിരുന്നു ആദ്യത്തെ കണക്ക്. വീണ ചില സേവനങ്ങൾ നൽകിയതിൽ പ്രമാണം ലഭിച്ചു എന്നുള്ളതൊക്കെയായിരുന്നു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് CMR നൽകിയ മറുപടി. പക്ഷേ ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ അത്തരത്തിലൊരു സേവനം നൽകിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. പിന്നീട് BJP നേതാവ് ഷോൺ ജോർജ് അടക്കമുള്ള ആളുകൾ കമ്പനികാര്യ മന്ത്രാലയത്തിന് പരാതി നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ SFIO അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുന്നു. 11ാം പ്രതിയായാണ് ആ കേസിൽ വീണ ഉണ്ടായിരുന്നത്. അതിനുശേഷം ED ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് PMLA ആക്ട് പ്രകാരം കേസെടുത്തത്. കേസ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലേക്കൊക്കെ പോയി നമ്മൾ കണ്ടതാണ്. പക്ഷേ CMRന് തിരിച്ചടി നേരിട്ടു. അതിൽ പിന്നെയാണ് ED അന്വേഷണം ഊർജിതമാക്കിയത്. 12 ഇടങ്ങളിൽ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീട്ടിലടക്കം 12 ഇടങ്ങളിൽ ED ഈ കേസിനോട് മുന്നോടിയായി പരിശോധന നടത്തി. അവിടെ നിന്ന് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. വീണയുടെ ഒരു അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വീണയെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. എന്ത് സേവനമാണ് CMRL എക്സാലോജിക് നൽകിയത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് EDയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം ഈ CMRL നിന്ന് ലഭിച്ച പണം അതെങ്ങനെ വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരണം. കാരണം പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണുള്ളത്. പ്രൊസീഡ്സ് ഓഫ് ക്രൈമിൽ ഈ പണം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വീണയെ ചോദ്യം ചെയ്യുന്നത് അതിലേക്കെല്ലാം എത്താമെന്ന പ്രതീക്ഷയാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. ഒരു 10 മണിയോടുകൂടി വീണ ടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ സാവകാശം അവർ തേടിയിട്ടില്ല. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.